എല്ലാ കൂട്ടുകാർക്കും സ്കോറിലോ മലയാളത്തിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ റിവിഷൻ വിത്ത് ഫാക്കൾട്ടി സീരീസിന്റെ 6ാമത്തെ സെഷനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ റിവിഷൻ വിത്ത് ഫാക്കൾട്ടി സീരീസിന്റെ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ ദയവ് ചെയ്തൊന്ന് പോയി കാണുക. നിങ്ങൾക്ക് വേണ്ടി എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഫാക്കൾട്ടിയുടെ കൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സീരീസ് ആണ് ഈ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീരീസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉള്ള 5 എപ്പിസോഡുകളുണ്ട്, അത് പോയി കാണുക. ഓരോ സ്പെഷ്യൽ ടോപ്പിക്സും എടുത്തു വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ഈ സീരീസിൽ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ സീരീസിന്റെ സ്പെഷ്യാലിറ്റി ഞാനൊന്ന് ചുരുക്കി പറയാം. റിവിഷൻ വിത്ത് ഫാക്കൾട്ടി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന പാഠം അല്ലെങ്കിൽ ആ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ എടുക്കും. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ എടുത്തിട്ട് ആ ടോപ്പിക്കിൽ നിന്നും 10 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വെച്ച് നീട്ടും. 10 ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിൽ ഒരു ടൈമർ ഉണ്ടായിരിക്കും. ആ ടൈമർ നമ്മൾ ഓൺ ചെയ്യും. നമ്മൾ ഒരുമിച്ച് ഫാക്കൾട്ടിയും സ്റ്റുഡൻസും ഒരുമിച്ച് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. സോൾവ് ചെയ്തതിന് ശേഷം ആ പർട്ടിക്കുലർ പാഠഭാഗത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് റിവൈസ് ചെയ്തെടുക്കും. നിങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ, നിങ്ങളുടെ ഓർമ്മയിൽ ചതിലെടുത്ത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പൊടി തട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആ ചെയ്ത 10 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ റിവൈസ് ചെയ്യും. എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ ചെയ്തിരിക്കുന്നത്, ആ ചോദ്യങ്ങളിൽ ഏതൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ശരിയാക്കാമായിരുന്നു, ഏതൊക്കെ ചോദ്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തെങ്കിൽ ശരിയാക്കാമായിരുന്നു, എവിടെയാണ് ഞാൻ തെറ്റിയത് അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യും. അപ്പോൾ ഈ ഒരു സീരീസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചോദ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിൽ നിന്നും ഏതാനും മുൻകാല ചോദ്യങ്ങൾ എടുത്ത് നിങ്ങളെ വെറുതെ പഠിപ്പിച്ചു തരിക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ചോദ്യങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ഒരു ചോദ്യം കാണുമ്പോൾ അടിപതറാതെ ടെൻഷൻ അടിക്കാതെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പകുതി അറിവ് മുറി അറിവൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാം, എങ്ങനെ ലോജിക്കലായിട്ട് ഗസ് ചെയ്യാം തുടങ്ങിയ ഏതാനും ട്രിപ്സ്, ഈ പറഞ്ഞ പോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ സീരീസുകളിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഈ സീരീസ് തുടക്കം തൊട്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. എക്സാംസിന് ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയിലെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, 4ാമത്തെ എപ്പിസോഡിന് ശേഷം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോൾ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇനി എങ്കിലും പോയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് അതിനകത്ത് നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുള്ള 2 ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് സെൻസസ്, അതിൻ്റെ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. കാണാത്തതുണ്ടെങ്കിൽ അത് പോയി കാണുക. രണ്ടാമത് ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഈ പറഞ്ഞ പോലെ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന ഈ സീരീസിൽ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഡൽഹി സുൽത്താനേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരും. നമ്മൾ ടൈമർ ഇട്ടുകൊണ്ട് ആ ചോദ്യങ്ങൾ ചെയ്യും. അതിനുശേഷം അതിനെ നമ്മൾ റിവൈസ് ചെയ്യും. റിവൈസ് ചെയ്തതിന് ശേഷം ചോദ്യം ചെയ്തത്, അതിനകത്തുള്ള പാകപ്പിഴകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പരിശോധിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ടൈമർ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ടൈമർ എടുത്തിരിക്കുകയാണ്. ആ ടൈമർ ഞാൻ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കും. ഓക്കെ, ഇപ്പോൾ ടൈമർ എടുക്കുന്നു. നമ്മൾ 7 മിനിറ്റാണ് സമയം കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അവിടെ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു. 1ാമത്തെ ചോദ്യം നിങ്ങൾ വായിക്കുക, നമുക്ക് സോൾവ് ചെയ്യാം, ഒരുമിച്ച് സോൾവ് ചെയ്യാം. Which king of Bengal was defeated by Bakhtiyar Khilji in the 13th century? അപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബംഗാളിലെ ഒരു രാജാവിനെ പറ്റിയിട്ടാണ്. ആ രാജാവിന്റെ പ്രത്യേകത, അദ്ദേഹം തോൽപ്പിക്കപ്പെട്ടു ആരാൽ, ബക്തിയാർ ഖിൽജി കൊണ്ട്. ഏത് നൂറ്റാണ്ടിൽ? 13ാം നൂറ്റാണ്ടിൽ. ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നിങ്ങൾക്ക് അറിയാമോ എന്ന് നോക്കുക. ഞാൻ ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻസിനകത്ത് മഹിപാൽ ഉണ്ട്, ലക്ഷ്മൺ സെൻ ഉണ്ട്, ശശാങ്ക് ഉണ്ട്, ഗൃഹവർമ്മൻ എന്ന് പറയുന്ന രാജാവ്. അങ്ങനെ 4 രാജാക്കന്മാരുണ്ട്. ഇതിൽ എനിക്ക് ആകെ അറിയാവുന്ന മഹിപാൽ എന്ന് പറയുന്ന രാജാവാണ്. വേറെ ആരെ പറ്റിയിട്ടും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാണ്, ലീവ് ചെയ്യാണ്. കാരണം എനിക്ക് ഉത്തരം കൃത്യമായിട്ട് അറിയില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഹൂ ഫൗണ്ടഡ് ദ സ്ലേവ് ഡൈനാസ്റ്റി? ഡൽഹി സുൽത്താനേറ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങളുടെ പഠിത്തം പോരാ, നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ട് അർത്ഥമില്ല. കാരണം റിവിഷനാണ് ഈ സീരീസ്, പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റിവിഷനാണ്. അപ്പോൾ 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ എഴുതി, കുത്തുബുദ്ദീൻ ഐബക്ക്. Which of the following is the correct sequence of Delhi Sultanate? അപ്പം ഞാൻ നോക്കി. എനിക്ക് ആകെ അറിയാവുന്ന കാര്യം, സ്ലേവിൽ ആരംഭിച്ചു, ലോധിയിൽ അവസാനിച്ചു. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഓപ്ഷൻസ് ആണ് സി ഓപ്ഷൻ, ഡി ഓപ്ഷൻ. സ്ലേവിൽ ലോധിയിൽ അവസാനിക്കുന്ന ഓപ്ഷൻസ് ആണ് എയും ബിയും.
അതിൽ തുഗ്ലക്ക് കഴിഞ്ഞിട്ടാണോ ഖൽജി കഴിഞ്ഞിട്ടാണോ തുഗ്ലക്ക് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, 50-50 റിസ്ക് എടുത്തുകൊണ്ട് എ ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ എ മാർക്ക് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് among the following ruler built the city Siri for military deployment? താഴെ തന്നിരിക്കുന്നതിൽ ഏത് റൂളറാണ് സിറി എന്ന് പറഞ്ഞൊരു നഗരം പണി കഴിപ്പിച്ചത്? എന്തിനു വേണ്ടി? മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റിന് വേണ്ടി. ഞാൻ ഓപ്ഷൻസ് നോക്കി. മുഹമ്മദ് തുഗ്ലക്ക്, ഗിയാസുദ്ദീൻ തുഗ്ലക്ക്, അലാവുദ്ദീൻ ഖിൽജി, കുത്തുബുദ്ദീൻ ഐബക്ക്. എനിക്ക് പ്രത്യേകിച്ച് ഈ 4 ഓപ്ഷൻസിൽ നിന്നും ഉത്തരം കണ്ടെത്താനുള്ള സാധ്യതയില്ല. 4 ഓപ്ഷൻസ് 4 ഡൽഹി സുൽത്താനേറ്റിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള റൂളേഴ്സാണ്. ആര് വേണമെങ്കിൽ ആവാം. ഞാൻ 4ാമത്തെ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാൻ തീരുമാനിക്കുന്നു. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Which among the following who among the following introduced the Dag and Hulia system and cash payment system for soldiers in Delhi Sultanate? അപ്പോൾ ദാഗ് എന്ന് പറഞ്ഞ സിസ്റ്റവും ഹൂലിയ സിസ്റ്റവും അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം ആർക്ക് വേണ്ടി, പട്ടാളക്കാർക്ക് വേണ്ടി ഡൽഹി സുൽത്താനേറ്റിൽ കൊണ്ടുവന്നത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഓപ്ഷൻസ് നോക്കി. ജലാലുദ്ദീൻ ഖൽജി, ഗിയാസുദ്ദീൻ, ഫിറോസ് ഷാ തുഗ്ലക്ക് ഉണ്ട്, ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഉണ്ട്, അലാവുദ്ദീൻ ഖിൽജി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ജലാലുദ്ദീൻ ഖിൽജീനെ ഞാൻ വെട്ടി എൻ്റെ മിതമായിട്ടുള്ള അറിവ് വെച്ചുകൊണ്ട്. കാരണം ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് ഒരു ഖിൽജി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് കുറച്ചു കാലം മാത്രം ഭരിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് എൻ്റെ ഓർമ്മ. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തെ പറ്റി ഇത്തരത്തിൽ ഒരു വലിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. സിമിലർലി ഗിയാസുദ്ദീൻ തുഗ്ലക്കും തുഗ്ലക്ക് സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റിയും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെയുള്ളത് ഫിറോസ് ഷാ തുഗ്ലക്കും അലാവുദ്ദീൻ ഖിൽജിയുമാണ്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റൂളർ അലാവുദ്ദീൻ ഖിൽജി ആയതുകൊണ്ട് ഞാൻ അലാവുദ്ദീൻ ഖിൽജിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. 50-50 ആണ് ഞാൻ എടുത്ത റിസ്ക്. ഞാൻ ഓപ്ഷൻ ഡിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഓക്കെ. 6ാമത്തെ ചോദ്യം. എ റെക്കോർഡ് ഈസ് ഗിവൺ ഓഫ് ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെന്റ്സ് ഇൻ ഫുതുഹത്ത് ഇ ഫിറോസ് ഷാഹി ഓഫ്. ഇപ്പോൾ റെക്കോർഡ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകമാണ്. ഫുതുഹത്ത് ഇ ഫിറോസ് ഷാഹി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇത് ആര് എഴുതിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിറോസ് ഷാഹി എന്ന് പേരുള്ളത് കൊണ്ട് തന്നെ ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം ഫിറോസ് ഷാ തുഗ്ലക്ക് തന്നെ എഴുതാൻ സാധ്യതയുണ്ടോ? സാധ്യത വളരെ കുറവാണ് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ ആദ്യം ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ പേരാണ് വെട്ടിയത്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലോജിക്ക് അതാണ്. ഫിറോസ് ഷാ തുഗ്ലക്ക് ഒരു രാജാവാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെൻറ്റ് രേഖപ്പെടുത്തി വെക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്രകാരൻ ഉണ്ടായിരിക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ലോജിക്കലായിട്ടുള്ള ചോദ്യം. ഗുൽബദൻ ബീഗവും അബുൽ ഫസലും ഞാൻ കേട്ടിട്ടുള്ളത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സമയത്താണ്. അതുകൊണ്ട് ഞാൻ അവരെയും വെട്ടി. സിയാവുദ്ദീൻ ഭരണി എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഓപ്ഷൻ സി. 7ാമത്തെ ചോദ്യം. ഡാഷ് ഹാഡ് ഷിഫ്റ്റഡ് ഹിസ് ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി വിച്ച് ഹി നെയ്മഡ് ദൗലതാബാദ്. മുഹമ്മദ് ബിൻ ഖാസിം ഉണ്ട്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഉണ്ട്, അലാവുദ്ദീൻ ഖിൽജി ഉണ്ട്, ഫിറോസ് ഷാ തുഗ്ലക്ക് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് ക്യാപിറ്റൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരിക്കും. തുഗ്ലക്ക് പരിഷ്കാരങ്ങളിൽ പെടുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഓപ്ഷൻ ബി കുത്തുന്നു, മുന്നോട്ട് പോകുന്നു. ഇബ്ൻ ബത്തൂത്ത, എ ഫേമസ് മൊറോക്കൻ ട്രാവലർ, വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ടൈം ഓഫ്. അപ്പോൾ ഇബ്ൻ ബത്തൂത്ത എന്ന് പറയുന്നത് ഒരു മൊറോക്കൻ ട്രാവലറാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം തന്നെ വെട്ടിയ ഓപ്ഷൻ ചന്ദ്രഗുപ്ത മൗര്യനാണ്. 2ാമത് ഞാൻ വെട്ടിയ ഓപ്ഷൻ ബ്രിട്ടീഷാണ്. പിന്നെ ഉള്ളത് ഡൽഹി സുൽത്താനേറ്റും മുഗൾസുമാണ്. ഇതിൽ ആരുടെ സമയത്തായിരിക്കും ഇബ്ൻ ബത്തൂത്ത വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഞാൻ കേട്ട് പരിചയമുള്ളത് ഡൽഹി സുൽത്താനേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എ ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഓക്കെ. 50-50 നിന്ന് എ ഓപ്ഷനായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഓക്കെ. 9ാമത്തെ ചോദ്യം എടുത്തു. ഹു എസ്റ്റാബ്ലിഷ്ഡ് സെറായി ഇ ആദിൽ, ആൻ എക്സ്ക്ലൂസീവ് മാർക്കറ്റ് ഇൻ ഡൽഹി ഫോർ മാനുഫാക്ചർഡ് ആൻഡ് എക്സ്പോർട്ട് ഗുഡ് ടു ബി സോൾഡ് ഓർ പ്രൈസ് ഫിക്സസ് ബൈ അഡ്മിനിസ്ട്രേഷൻ. ഇത്തരത്തിലൊരു പരിഷ്കാരം വരുത്തിയത് ആര്? ഞാൻ ഓപ്ഷൻസ് നോക്കി. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പരിഷ്കാരങ്ങളിൽ പെടുന്നതായിരിക്കാം. ഷേർഷാ സുരി ഡൈനാസ്റ്റിയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഹുമയൂനെ പോലും തോൽപ്പിച്ചിട്ടുള്ള ഒരു രാജാവാണ്, ചിലപ്പോൾ ആയിരിക്കാം. കുത്തുബുദ്ദീൻ മുബാറക് ഷാ, ഞാൻ അധികം കേൾക്കാത്തൊരു സുൽത്താനാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു പരിഷ്കാരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കി. അലാവുദ്ദീൻ ഖിൽജിയും ആവാം. ബാക്കി 3 ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് അറിയില്ല 3 ഓപ്ഷൻസിൽ ആരാന്നുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ആ ക്വസ്റ്റിനെ ലീവ് ചെയ്യുന്നു. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. റസിയ സുൽത്താന വാസ് ദ ഡോട്ടർ ഓഫ്. റസിയ സുൽത്താന ആരുടെ ഡോട്ടറാണെന്ന് എനിക്കറിയാം. ഇൽതുത്മിഷിൻ്റെ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡി ഓപ്ഷനായിട്ട് മുന്നോട്ട് പോയി. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നോക്കിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടെ വിട്ടുപോയിട്ടുള്ള ചോദ്യങ്ങൾ, ഈ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ വല്ല സ്കോപ്പ് ഉണ്ടോ? ഇല്ല. പിന്നെ നോക്കിയിട്ടുള്ളത് 4ാമത്തെ ചോദ്യമാണ് ഞാൻ വിട്ടിട്ടുള്ളത്. 4ാമത്തെ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ വല്ല സ്കോപ്പ് ഉണ്ടോ? ഇല്ല. പിന്നുള്ളത് 1ാമത്തെ ചോദ്യമാണ്. 1ാമത്തെ ചോദ്യം എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്ത ചോദ്യങ്ങളിൽ അതേപോലെ തന്നെ ഉറച്ചു നിൽക്കുന്നു.
ടെസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, എനിക്ക് 1 മിനിറ്റോളം ബാക്കിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. നമ്മൾ ഇതിന് മുന്നേ 7 മിനിറ്റ് ടൈമർ വെച്ചു. നമുക്കിനി വേണമെങ്കിൽ അടുത്ത ടെസ്റ്റിലോട്ട് 6 മിനിറ്റ് ടൈമറിൽ GK ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അല്ലെ, കാരണം നമ്മുടെ തോട്ട് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. നമ്മളിനി എന്ത് ചെയ്യാണ്, നമ്മളിനി ഡൽഹി സുൽത്താനേറ്റിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ചോദ്യങ്ങളെയൊക്കെ ഒന്നുകൂടെ വീണ്ടും വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒന്നുകൂടെ നോക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഡൽഹി സുൽത്താനേറ്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് വരണം. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞാൽ 5 രാജവംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 1206 മുതൽ 1526 വരെ ഏകദേശം 320 വർഷങ്ങളിലായി 5 രാജവംശങ്ങൾ ഭരിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് ആ സുൽത്താനേറ്റിൽ 5 രാജവംശങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ രാജവംശം അടിമ രാജവംശമാണ്, സ്ലേവ് ഡൈനാസ്റ്റിയാണ്. അവസാനത്തെ രാജവംശം ലോധി ഡൈനാസ്റ്റിയാണ്. അത് ആദ്യം തന്നെ ഉറപ്പിക്കുക. 320 വർഷം, 5 രാജവംശങ്ങൾ, അടിമ രാജവംശത്തിൽ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, ലോധി രാജവംശത്തിൽ അവസാനിക്കുന്നു. ക്ലിയർ ആണ്? ഇനി ഈ ഇമേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഖൽജികളാണ് ഇതിൽ ഏറ്റവും കുറവ് കാലം ഡൽഹി ഭരിച്ചിട്ടുള്ളത്. ഖൽജികളാണ് ഏറ്റവും കുറവ് കാലം ഡൽഹി ഭരിച്ചിട്ടുള്ളത്. തുഗ്ലക്കാണ് ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചിട്ടുള്ളത്. തുഗ്ലക് ഡൈനാസ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 96 വർഷത്തോളം അവർ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഖൽജികളാണെന്നുണ്ടെങ്കിലോ 30 വർഷമേ രാജ്യം ഭരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക്കാണെന്നും കുറവ് കാലം ഭരിച്ചത് ഖൽജികളാണെന്നും നമുക്ക് മനസ്സിലായി. ഇനി ആ ഓർഡർ നോക്കുക. സ്ലേവ്, ഖൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. സ്ലേവ്, ഖൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഈ ഓർഡറിലാണ് ഈ 5 രാജവംശങ്ങളും ഭരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരു 5 ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ നിന്ന് തന്നെ കിട്ടി. തുടങ്ങിയത് അടിമ രാജവംശത്തിൽ, അവസാനിച്ചത് ലോധി രാജവംശത്തിൽ. ഏകദേശം 320 വർഷങ്ങളിലായി 5 രാജവംശങ്ങളാണ് ഭരിച്ചത്. ഏറ്റവും കൂടുതൽ കാലം ആരാണ്? തുഗ്ലക്കാണ്. കുറവ് കാലം ആരാണ്? ഖൽജിയാണ് അല്ലേ. അത്രയും കാര്യങ്ങൾ ഉറപ്പായി. അതിന്റെ ഓർഡറും നിങ്ങൾ പഠിച്ചു. അടുത്തത് നമ്മൾ ഇനി ഓരോ ഡൈനാസ്റ്റീസ് ആയിട്ട് നോക്കും. ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ കാണുന്ന 3 പേരെയാണ്. ആരെയൊക്കെയാണത്? സ്ലേവ്, ഖൽജീസ് ആൻഡ് തുഗ്ലക്. ഇവരെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യം RRBക്കും SSCക്കും ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക. സയ്യിദിനെ പറ്റിയിട്ടും ലോധിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഒരുപാട് പഠിക്കാനും ഇല്ല എന്നർത്ഥം. അപ്പൊ അതിൽ ഒന്നാമത്തെ ഡൈനാസ്റ്റി ഏതാണ്? അടിമ രാജവംശം അഥവാ സ്ലേവ് ഡൈനാസ്റ്റിയാണ്. സ്ലേവ് ഡൈനാസ്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ആരെയാണ്? ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന റൂളറെയാണ്. ഖുത്ബുദ്ദീൻ ഐബക്കാണ് അടിമ രാജവംശം ഫൗണ്ട് ചെയ്തത്. കാരണം എന്താണ്? അദ്ദേഹം മുഹമ്മദ് ഘോരിയുടെ അടിമയായിരുന്നു. മുഹമ്മദ് ഘോരി എന്ന് പറയുന്ന റൂളറുടെ അടിമയായിട്ടുള്ള വ്യക്തിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. അദ്ദേഹമാണ് ഇന്ത്യയിൽ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് അടിമ രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ്, അല്ലെങ്കിൽ ഒരു പടത്തലവനാണ് മുഹമ്മദ് ബിൻ ബക്തിയാർ ഖൽജി. ബക്തിയാർ ഖൽജി ആ സമയത്ത് ആരെ തോൽപ്പിക്കുന്നു? സേനാ രാജവംശത്തിലെ ലക്ഷ്മണയെ തോൽപ്പിക്കുന്നു. ഒരു ചോദ്യമായിട്ട് നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പോൾ ബക്തിയാർ ഖൽജി ഏത് ബംഗാൾ കിങ്ങിനെയാണ് തോൽപ്പിച്ചത്? നമ്മൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. ലക്ഷ്മണ സേന എന്ന് പറയുന്ന റൂളറെ ആ സമയത്ത് ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ സമയത്താണ് സംഭവം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഐബക്കിന്റെ ടൈം കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. 206 മുതൽ 210 വരെ. ഖുത്ബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിന്റെ പണി ആരംഭിച്ചത്. കംപ്ലീറ്റ് ചെയ്തതല്ല, ആരംഭിച്ചത് ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഖുത്ബുദ്ദീൻ ഐബക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, അദ്ദേഹത്തിന്റെ ഉദാരമനസ്കത കാരണം വിളിക്കുന്ന മറ്റൊരു പേരാണ് ലക് ബക്ഷ്. ലക് ബക്ഷ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ള ആർക്കിടെക്ചറുകൾ ഞാൻ താഴെ ഇമേജ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിലെ കുവത്തുൽ ഇസ്ലാം മോസ്കും അജ്മീറിലെ അധായ് ദിൻക ജോപ്ര എന്ന് പറയുന്ന 2 മോണുമെന്റ്സും പണി കഴിപ്പിച്ചത് ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. അദ്ദേഹം ചൗഗാൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ 1210 എന്ത് ചെയ്യുന്നു? ലാഹോറിൽ വെച്ച് മരിക്കുകയാണ് ഉണ്ടാവുന്നത്. ഐബക്കിന്റെ മരണശേഷം അടുത്തതായിട്ട് അധികാരത്തിലേക്ക് വരുന്ന ആരാണ്? ഇൽതുത്മിഷ് എന്ന് പറയുന്ന ഡൽഹി സുൽത്താനേറ്റിന്റെ കറക്റ്റ് എക്സാക്ട് ഫൗണ്ടർ അല്ലെങ്കിൽ സ്ഥാപകൻ, അല്ലെങ്കിൽ ആ ഡൽഹി സുൽത്താനേറ്റിന് അടിത്തറ പാകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൽതുത്മിഷ് ആണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇൽതുത്മിഷ് 1210 മുതൽ 1236 വരെയാണ് ഭരിച്ചിരുന്നത്. ഇൽതുത്മിഷ് ആരെ തോൽപ്പിക്കുന്നു? ഇൽതുത്മിഷ് ഐബക്കിന്റെ, നേരത്തെ പറഞ്ഞ ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ അടിമയാണ്. അദ്ദേഹം ആരെ തോൽപ്പിക്കുന്നു? അരം ഷാ എന്ന് പറയുന്ന ഐബക്കിന്റെ മകനെ തോൽപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. ആൻഡ് ഇൽതുത്മിഷിന്റെ സമയത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കുന്നത്. ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന മംഗോൾ റൂളർ ഇന്ത്യയെ, അല്ലെങ്കിൽ ചെങ്കിസ് ഖാന്റെ കയ്യിൽ നിന്നും ഇന്ത്യയെ രക്ഷിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഇൽതുത്മിഷ് ആണ്. എങ്ങനെയാണ് രക്ഷിച്ചത്?
ചെങ്കിസ് ഖാനായിട്ട് യുദ്ധത്തിന് പോയിട്ടാണോ? അല്ല. ചെങ്കിസ് ഖാന്റെ ശത്രുവായിട്ടുള്ള ഖ്വാരിസിം ഷാ ജലാലുദ്ദീൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ ഇന്ത്യയിൽ അഭയം ചോദിച്ചു വന്നപ്പോൾ അഭയം കൊടുക്കാതെ ചെങ്കിസ് ഖാനുമായിട്ടുള്ള നല്ല ബന്ധം വെച്ച് പുലർത്തിക്കൊണ്ട് ഇന്ത്യയെ ചെങ്കിസ് ഖാനിന്റെ ഈ പറയുന്ന ആക്രമണത്തിൽ നിന്നും ഇൽതുത്മിഷ് രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ 1210 അധികാരത്തിൽ കയറിയെങ്കിലും 1229 അബ്ബാസ് ഖലീഫേറ്റ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ഒരു ലെറ്റർ ഓഫ് ഇൻവെസ്റ്റിറ്റ്യൂറിലൂടെ ലെജിറ്റിമസി പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ലീഗലി അദ്ദേഹം ഇന്ത്യയുടെ സുൽത്താനാണ് എന്ന് അബ്ബാസിദ് ഖലീഫേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് 1229 നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക് പണി തുടങ്ങിയ കുത്തബ് മിനാറിന്റെ പണി കഴിപ്പിച്ചത് അല്ലെങ്കിൽ പണി പൂർത്തീകരിച്ചതാണ് ഇൽതുത്മിഷ് ആണ്. ഇൽതുത്മിഷ് തുടങ്ങി വെച്ച സംവിധാനങ്ങളാണ് ഇഖ്താസ്, ആർമി, കറൻസി സിസ്റ്റം തുടങ്ങിയ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ആര് തുടങ്ങി വെച്ചു? ഇൽതുത്മിഷ് തുടങ്ങി വെച്ചു. ഇൽതുത്മിഷിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടീമാണ് ഗ്രൂപ്പ് ഓഫ് 40 അഥവാ തുർഖാൻ ഇ ചിഹൽഗനി എന്നൊക്കെ പറയപ്പെടുന്ന 40ഓളം വരുന്ന നോബിൾസ്, തുർക്കി നോബിൾസിന്റെ പ്രഭുക്കന്മാരുടെ ഒരു കൂട്ടം. അതിന് അങ്ങനെ ഒരു കൂട്ടത്തെ നിർമ്മിച്ചെടുത്തത്, പാകപ്പെടുത്തിയെടുത്തത് ആരാന്ന് വെച്ചാൽ ഇൽതുത്മിഷ് ആണ്. ഇൽതുത്മിഷ് മുന്നോട്ട് വെച്ചിട്ടുള്ള സിൽവർ നാണയങ്ങളെ തങ്ക എന്നും കോപ്പർ നാണയങ്ങളെ ജിറ്റാൾ എന്നുമാണ് വിളിക്കുന്നത്. സിൽവർ നാണയങ്ങളെ തങ്ക എന്നും കോപ്പർ നാണയങ്ങളെ ജിറ്റാൾ എന്നുമാണ് വിളിക്കുന്നത്. അദ്ദേഹമാണ് എലൈറ്റ് മിലിറ്ററി സ്ലേവ്സിനെ വെച്ചുകൊണ്ട് ബന്ധാഗൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയത്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൽതുത്മിഷ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇൽതുത്മിഷിനെ പറ്റി ഓർത്തിരിക്കുക. 1236 ഇൽതുത്മിഷ് മരണമടയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള റസിയ സുൽത്താനയാണ് ഇന്ത്യയിലെ ഡൽഹി കേന്ദ്രീകരിച്ച് ഭരിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏക രാജ്ഞി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആരാണ്? റസിയ സുൽത്താനയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൽതുത്മിഷ് ആണ് ആരെ നോമിനേറ്റ് ചെയ്യുന്നു? റസിയ സുൽത്താനയെ നോമിനേറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചഹൽഗനി 40 നോബിൾസിന്റെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ എന്ത് ചെയ്യുന്നില്ല? റസിയ സുൽത്താനയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പകരം ഇൽതുത്മിഷിന്റെ മറ്റൊരു മകനെ റുക്നുദ്ദീൻ ഫിറോസ് എന്ന് പറയുന്ന ഒരു മകനെയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്. റുക്നുദ്ദീൻ ഫിറോസിനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരുന്നു? റസിയ സുൽത്താന തന്നെ അധികാരത്തിലേക്ക് വരുന്നു. 4 വർഷം റസിയ സുൽത്താനയ്ക്ക് അധികാരം കൈക്കലാക്കാനായിട്ട് പറ്റി. ആ സമയത്ത് ഈ പറഞ്ഞ തുർക്കികളുടെ ചഹൽഗനിയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി തുർക്കികളില്ലാത്ത ഒരു കൗണ്ടർ നോബിലിറ്റിയെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആര് ശ്രമിച്ചു? റസിയ സുൽത്താന ശ്രമിച്ചു. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ 4 രാജവംശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലേവ് ഡൈനാസ്റ്റി, അതിനുശേഷം വരുന്ന ഖൽജി ഡൈനാസ്റ്റി, അതിനുശേഷം വരുന്ന തുഗ്ലക് ഡൈനാസ്റ്റി, അതിനുശേഷം വരുന്ന സയ്യിദ് ഡൈനാസ്റ്റി, ഇവരെല്ലാം തന്നെ തുർക്കിഷ് ഒറിജിനുള്ള തുർക്കികൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന തുർക്കിഷ് ഒറിജിനുള്ള ആളുകളാണ്. തുർക്കി നോബിൾസ് ആണ് ഈ ചഹൽഗനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരാണ് റസിയ സുൽത്താനയെ എന്ത് ചെയ്യുന്നത്? ഭരിക്കാനായിട്ട് അനുവദിക്കാതെ. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി നോൺ തുർക്സിനെ വെച്ചുകൊണ്ടുള്ള ഒരു നോബിൾ പ്രഭുക്കന്മാരുടെ ഒരു കൂട്ടായ്മയെ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചു? റസിയ സുൽത്താനെ ശ്രമിച്ചു. ഇനി റസിയ സുൽത്താനയുടെ സമയത്തെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഞാൻ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കഥയൊക്കെ പറഞ്ഞതാണ്. ഇത് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ആ കഥ ആവർത്തിക്കുന്നില്ല. അൽതുനിയ, അതുപോലെ തന്നെ മാലിക് ജമാലുദ്ദീൻ യക്കൂത്ത് എന്നും അൽതുനിയ എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. യക്കൂത്ത് എന്ന് പറയുന്നത് അബിസീനിയയിൽ നിന്നും റസിയ സുൽത്താന അബിസീനിയയിൽ നിന്നും വന്നിട്ടുള്ള ഒരു അടിമയാണ് യക്കൂത്ത് എന്ന് പറയുന്നത്. യക്കൂത്തിനെ വിളിക്കുന്ന 2 പേരുകൾ അല്ലെങ്കിൽ യക്കൂത്തിനെ ചാർത്തി കൊടുത്തിട്ടുള്ള 2 പട്ടങ്ങളുണ്ട്. അതിലൊന്ന് NTPCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അമീർ അൽ ഖയാൽ, ലീഡർ ഓഫ് ഫെയ്ത്ത്ഫുൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അമീർ അൽ ഖയാൽ അഥവാ ലീഡർ ഓഫ് ഫെയ്ത്ത്ഫുൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? യക്കൂത്ത് എന്ന് പറയുന്ന അടിമയാണ്. ഇനി അമീർ ഇ അക്കൂർ എന്ന പട്ടം റസിയ സുൽത്താനയാണ് ആർക്ക് ചാർത്തി കൊടുത്തത്? യക്കൂത്തിനെ ചാർത്തി കൊടുത്തത്. മാസ്റ്റർ ഓഫ് ഹോഴ്സസ്, കുതിരകളുടെ മാസ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ. റസിയ സുൽത്താന പിന്നീട് അൽതുനിയ എന്ന് പറയുന്ന ഒരു ഗവർണറെ, റസിയ സുൽത്താനയുടെ കീഴിൽ തന്നെയുള്ള ഒരു പ്രവിശ്യയുടെ ഗവർണറെ വിവാഹം കഴിക്കുന്നുണ്ട്. റസിയ സുൽത്താനയെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ത്രോണിൽ നിന്ന് ഇറക്കുന്നുണ്ട് മറ്റു സഹോദരങ്ങളെല്ലാം കൂടെ. ആൻഡ് ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? കൊല്ലുന്നുണ്ട്. ആ സ്റ്റോറി ഒന്നും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കഥാപാത്രങ്ങളുടെ പേരുകൾ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അല്ലെങ്കിൽ കഥകളല്ല ചോദ്യമായിട്ട് വരിക, കഥാപാത്രങ്ങളെ പറ്റിയിട്ടായിരിക്കും ചോദ്യം വരിക. അല്ലാണ്ട് കഥ എന്താണെന്നൊന്നും നമുക്ക് എസ് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ കഥാപാത്രങ്ങളെ പറ്റിയിട്ട് ഓർത്തിരിക്കുക. റസിയ സുൽത്താനയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പേരുകൾ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. റുക്നുദ്ദീൻ ഫിറോസ് എന്ന് പറയുന്ന ഇൽതുത്മിഷിന്റെ സഹോദരനെ എന്ത് ചെയ്യുന്നു? ഇൽതുത്മിഷിന്റെ മകനെ മാറ്റിക്കൊണ്ടാണ് റസിയ സുൽത്താന, മകളായിട്ടുള്ള റസിയ സുൽത്താന അധികാരത്തിലേക്ക് വരുന്നത്. അവരുടെ കീഴിലുണ്ടായിട്ടുള്ള റസിയ സുൽത്താനയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ലേവ് ആയിരുന്നു ആര്? മാലിക് ജമാലുദ്ദീൻ യക്കൂത്ത് എന്ന് പറയുന്നത്. റസിയ സുൽത്താനെ പിന്നീട് വിവാഹം കഴിക്കുന്ന റസിയ സുൽത്താനയുടെ തന്നെ കീഴിലുള്ള ഒരു ഗവർണർ ആയിരുന്നു ആര്? ഒരു പ്രവിശ്യയുടെ ഗവർണർ ആയിരുന്നു ആര്? അൽതുനിയ എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ്. ഞാൻ സ്റ്റോറി ഇവിടെ പറയുന്നില്ല. ഓക്കെ,
അടുത്തത് ബൽബൻ. അപ്പോൾ അടിമ രാജവംശത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു റൂളറാണ് ബൽബൻ. 1266 മുതൽ 1287 വരെയാണ് ഗിയാസുദ്ദീൻ ബൽബൻ എന്ത് ചെയ്തിട്ടുള്ളത്, അടിമ രാജവംശത്തിലെ സുൽത്താനായിട്ട് ഇരുന്നിട്ടുള്ളത്. ബൽബന്റെ ബൽബൻ ഭരിച്ചിട്ടുള്ള കാലയളവ് ഇതിനു മുന്നേ NTPCക്ക് ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതടക്കം പഠിച്ചു വെക്കുക കേട്ടോ. 1266 മുതൽ 1287 വരെ അടിമ രാജവംശത്തിലെ സുൽത്താനായിരുന്നു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയാസുദ്ദീൻ ബൽബനാണ്. ബൽബനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ആരാണ് ഇൽതുത്മിഷ് സ്ഥാപിച്ചിട്ടുള്ള ചഹൽഗനി 40 നോബലുകളുടെ 40 പ്രഭുക്കന്മാരുടെ കൂട്ടായ്മയെ ഉന്മൂലനം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ അധികാരത്തെ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള ഡൽഹി സുൽത്താനായിട്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിയാസുദ്ദീൻ ബൽബനാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുക. അപ്പൊ ചഹൽഗനി എന്ന് പറയുന്ന ആ 40 നോബിൾസിനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങ് നീക്കം ചെയ്തു. കാരണം ഇൽതുത്മിഷിന്റെ മരണശേഷം റസിയ സുൽത്താൻ അധികാരത്തിൽ വന്നപ്പോൾ ചഹൽഗനി ഇടപെട്ടു, റസിയ സുൽത്താനെയും അൽത്തുനിയെയും വധിക്കുന്നു. പിന്നീട് വന്നിട്ടുള്ള എല്ലാ ഭരണാധികാരികളെയും ഈ പറയുന്ന 40 നോബിൾസ്, അല്ലെങ്കിൽ ആ 40 നോബിൾസിനകത്ത് തന്നെ പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, പപ്പറ്റ് പോലെ സുൽത്താൻമാരെ വെച്ചുകൊണ്ടിരുന്നത്. 1240-ലാണ് റസിയ സുൽത്താന മരണപ്പെടുന്നത്. അതിനുശേഷം ഏകദേശം 26 വർഷത്തോളം ഈ രീതിയിലുള്ള ഈ പറയുന്ന ചഹൽഗനികളാണ് എന്ത് ചെയ്യുന്നത്, ഭരണം കൈയാളിക്കൊണ്ടിരുന്നത്. അപ്പൊ ചഹൽഗനികളെ നീക്കം ചെയ്യാതെ ഗിയാസുദ്ദീൻ ബൽബന് നേരെ ചൊവ്വേ ഭരിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ആദ്യം അധികാരത്തിൽ കയറിയപ്പോൾ ചെയ്തത് ഇവരെ ഇല്ലായ്മ ചെയ്യുകയാണ്. ആൻഡ് നോബിൾസിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സ്പൈ സിസ്റ്റം നിലവിൽ കൊണ്ടുവന്നു. സ്പൈകളെ അപ്പോയിന്റ് ചെയ്തിരുന്നു. മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്, അതിനുവേണ്ടി ഒരു പുതിയ ഒരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒന്ന് റീഓർഗനൈസ് ചെയ്തു. അതിന്റെ പേരാണ് ദിവാനി ഇ അർസ്. ഓക്കെ, ഗിയാസുദ്ദീൻ ബൽബൻ എന്ന് പറയുന്നത് പോളിസി ഓഫ് അയൺ ആൻഡ് ബ്ലഡ്, ഉരുക്കു മുഷ്ടികൾ കൊണ്ട് രാജ്യം ഭരിച്ചിട്ടുള്ള രാജാവ് അല്ലെങ്കിൽ സുൽത്താൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിയാസുദ്ദീൻ ബൽബനാണ്. പോളിസി ഓഫ് അയൺ ആൻഡ് ബ്ലഡ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഒരു പേരാണ് സീലെ ഇലാഹി അഥവാ ഷേഡോ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നിഴൽ എന്ന് സ്വയം വിശേഷിപ്പിച്ച സുൽത്താൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗിയാസുദ്ദീൻ ബൽബനാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന പേർഷ്യൻ ഫെസ്റ്റിവൽ ആയിട്ടുള്ള നവറൂസിനെ എങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ആരാന്ന് ചോദിച്ചാൽ ഗിയാസുദ്ദീൻ ബൽബനാണ്. ഗിയാസുദ്ദീൻ ബൽബൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ചഹൽഗനിയെ ഇല്ലായ്മ ചെയ്തത്. അദ്ദേഹമാണ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിനെ റീഓർഗനൈസ് ചെയ്തത്. അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ച പേരാണ് സീലെ ഇലാഹി. അദ്ദേഹമാണ് നവറൂസ് എന്ന് പറയുന്ന പേർഷ്യൻ ന്യൂ ഇയറിനെ, പേർഷ്യൻ ഫെസ്റ്റിവലിനെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട സമ്പ്രദായങ്ങളാണ്, ഒന്ന് സിജിദ ആൻഡ് പൈബോസ്. സിജിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഷ്ടാംഗ പ്രണാമം എന്നാണ് അർത്ഥം. സുൽത്താന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ സിജിദ എന്ന് വിളിക്കുന്നത്. ആൻഡ് പൈബോസ് എന്ന് പറഞ്ഞാൽ സുൽത്താന്റെ കാല് തൊട്ട് മുത്തം വെക്കുന്നതിനെയാണ് പൈബോസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു നാർസിസിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ഒരു സുൽത്താനായിരുന്നു ആര്, ഈ പറഞ്ഞ ഗിയാസുദ്ദീൻ ബൽബൻ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ആൻഡ് ഹി അഡോപ്റ്റഡ് എ പോളിസി ഓഫ് കൺസോളിഡേഷൻ റേദർ ദൻ എക്സ്പാൻഷൻ. ഗിയാസുദ്ദീൻ ബൽബൻ കുറച്ചുകൂടെ ബുദ്ധിക്ക് കളിക്കുകയാണ് ചെയ്തത്. വെറുതെ കുറെ ടെറിട്ടറികൾ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കി യുദ്ധത്തിൽ കുറെ കാശുകൾ ചെലവാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ കൈവശമുള്ള ടെറിട്ടറിയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉരുക്ക് മുഷ്ടികൾ കൊണ്ട് അടിച്ചമർത്തി അടക്കി ഭരിച്ചിട്ടുള്ള ഒരു രാജാവായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഫിറോസ് അഥവാ ജലാലുദ്ദീൻ ഖൽജി എന്ന് പറയുന്ന ഖൽജിയുടെ രാജവംശത്തിന്റെ ഫൗണ്ടർ ബൽബന്റെ കീഴിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മിനിസ്റ്റർ ഓഫ് വാർ ആയിട്ട്, യുദ്ധത്തിന്റെ മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബൽബന്റെ കാലശേഷം എന്ത് ചെയ്യുന്നു, കൈക്വാബാദ് എന്ന് പറയുന്ന റൂളർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യുന്നു. അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കൈമൂർസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വരുന്നു. ഇദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ആര് വരുന്നത്, നമ്മുടെ ഈ പറയുന്ന ജലാലുദ്ദീൻ ഖൽജി എന്ത് ചെയ്യുന്നത്, അധികാരത്തിൽ വരുന്നത്. ജലാലുദ്ദീൻ ഖൽജി അധികാരത്തിലേക്ക് വരുന്നു, എന്ത് ചെയ്യുന്നു, നമ്മുടെ ഖൽജി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയിട്ടാണ്, ഖൽജീസിനെ പറ്റിയിട്ടാണ്. 1290 മുതൽ 1320 വരെയാണ് ഖൽജികൾ ഭരിച്ചത്. ഏറ്റവും കുറച്ചു കാലം മാത്രമാണ് ഭരിച്ചത്. അത് ഫൗണ്ട് ചെയ്തത് ആരാണ്, ജലാലുദ്ദീൻ ഖൽജി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഖൽജികളെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് ആരെ പറ്റിയിട്ടാണ്, ഈ മനുഷ്യനെ പറ്റിയിട്ടാണ്. ആരാണ്, അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ഏകദേശം 20 വർഷത്തോളമാണ് ഖിൽജി രാജവംശത്തിന്റെ അധികാരത്തിൽ ഇരുന്നിട്ടുള്ളത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ജലാലുദ്ദീൻ ഖൽജിയുടെ നെഫ്യൂ ആയിരുന്നു, മരുമകനുമായിരുന്നു. ആൻഡ് അദ്ദേഹത്തിന് അലാവുദ്ദീൻ ഖിൽജിയെ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഇ തുസൂഖ് അഥവാ മാസ്റ്റർ ഓഫ് സെറിമണീസ് ആയിട്ട് ആദ്യം അപ്പോയിന്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ജലാലുദ്ദീൻ ഖിൽജിയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹം ബിൽസ അഥവാ വിദിഷ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ദേവഗിരി, സൗത്ത് ഇന്ത്യയിൽ വന്ന് മഹാരാഷ്ട്ര വരെയുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് പിന്നീട് അദ്ദേഹത്തെ മിനിസ്റ്റർ ഓഫ് വാർ ആയിട്ടും ജലാലുദ്ദീൻ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നുണ്ട്, ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കയ്യേറുകയാണ് ചെയ്യുന്നത് 1296. അലാവുദ്ദീൻ ഖിൽജിയെ പറ്റി പറയുമ്പോൾ ബൽബന്റെ ഏകദേശം സാദൃശ്യത്തിൽ തന്നെ, ബൽബനെ പോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്
ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിലൂടെ രാജ്യം ഭരിച്ചിട്ടുള്ള സുൽത്താനായിരുന്നു ആര്? അലാവുദ്ദീൻ ഖൽജി. He revived Balban policies of ruthless governance, curbed the powers of the nobles and interference of ulema in the matters of the state. അപ്പോൾ ഏറ്റവും മോഡേൺ ഫിലോസഫി, വെസ്റ്റേൺ ഫിലോസഫി എന്നൊക്കെ നമ്മൾ പറയുന്നത് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം റിലീജിയൻ, മതവും രാജതന്ത്രവും രണ്ടാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സുൽത്താൻ ആരാന്ന് ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അദ്ദേഹം ഈ പറയുന്ന മൗലവിമാരെയും മുള്ളമാരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അധികാരത്തിൽ ഇടപെടാതെ എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നോബിൾസിനെ, പ്രഭുക്കന്മാരെയും അദ്ദേഹം എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. പ്രോപ്പറായിട്ട് എല്ലാവരെയും നിർത്തേണ്ടോടത്ത് നിർത്തി അധികാരം ഒറ്റയ്ക്ക് കൈകാളി ചെയ്യുന്ന ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു രാജാവായിരുന്നു ആര്? അലാവുദ്ദീൻ ഖൽജി. ഓക്കെ ആണല്ലോ. ഇനി അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ആർമിയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളാണ്. ഹി വാസ് ദ ഫസ്റ്റ് സുൽത്താൻ ടു ഹാവ് എ പെർമനന്റ് ആർമി അറ്റ് ദ സെന്റർ. കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് ചുറ്റും, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പെർമനന്റ് ആയിട്ട് ആർമിയെ വെച്ചിരുന്ന ഏറ്റവും ആദ്യത്തെ സുൽത്താൻ ഇദ്ദേഹമായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളാണ് ദാഗ് ആൻഡ് ഹൂലിയ. ദാഗ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് ഓഫ് ഹോഴ്സസ് എന്നാണ് അർത്ഥം. ദാഗ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് ഓഫ് ഹോഴ്സസ്, കുതിരകളെ ബ്രാൻഡ് ചെയ്യുന്നു. ഹൂലിയ അഥവാ എന്ന് പറഞ്ഞാൽ ചെഹ്റ. ചെഹ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾജേഴ്സിന്റെ ഡിസ്ക്രിപ്റ്റീവ് റോളുകൾ, സോൾജേഴ്സ് ഓരോ പട്ടാളക്കാരുടെയും റോളുകൾ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി വെച്ചിട്ട് ഒരു റെക്കോർഡ് സൂക്ഷിക്കുന്നതിനാണ് നമ്മൾ ചെഹ്റ എന്ന് വിളിക്കുന്നത്. ദഫ്താർ ഇ ഫസിലത്ത് ഇ ഹസൻ എന്ന് പറയുന്നത് റെക്കോർഡ്സ് ഓഫ് റവന്യൂ ആൻഡ് സാലറി. പട്ടാളക്കാർക്ക് ആദ്യമായിട്ട് ക്യാഷ് ആയിട്ട് പൈസ ഇനത്തിൽ ഈ പറഞ്ഞ ശമ്പളം കൊടുത്തിരുന്നത് ആരാണ്? ഈ ശമ്പളം കൊടുത്തു തുടങ്ങിയത് അലാവുദ്ദീൻ ഖൽജിയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സാലറിയുടെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു പുസ്തകം അതിനുവേണ്ടി സെറ്റപ്പാക്കി പട്ടാളക്കാരുടെ റോളുകൾ, ഡിസ്ക്രിപ്റ്റീവ് റോളുകൾ എഴുതി അസിസ്റ്റത്തെ ഹൂലിയ അഥവാ ചെഹ്റ എന്ന് വിളിച്ചു. കുതിരകളെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, ബ്രാൻഡ് ചെയ്തു. ആൻഡ് സെൻട്രൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനോട് ചുറ്റിപ്പറ്റിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, പെർമനന്റ് ആയിട്ട് ഒരു ആർമിയെ സെറ്റപ്പ് ചെയ്തിടും. ഇത്തരത്തിൽ ആർമി തലത്തിൽ അല്ലെങ്കിൽ മിലിറ്ററി തലത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു രാജാവായിരുന്നു അല്ലെങ്കിൽ സുൽത്താനായിരുന്നു ആരും? അലാവുദ്ദീൻ ഖിൽജി. ഇനി സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പുതിയ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ചരായ് ടാക്സ്. എന്താണ് ചരായ് ടാക്സ് എന്ന് പറഞ്ഞാൽ? ചരായ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ഗ്രേസിംഗ് ലാൻഡ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്സ്. അപ്പോൾ കാറ്റിൽസ്, ഈ പറയുന്ന കന്നുകാലികൾ പുൽമേടുകളിൽ പോയി കാലി മേയ്ക്കുന്നതിന്റെ മുകളിൽ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ടാക്സ് ഈടാക്കിയിരുന്നു. ആൻഡ് ഗരായി ഓർ ഗരി ടാക്സ്, പേരിൽ നിന്ന് കിട്ടും. ഗർ എന്ന് പറഞ്ഞാൽ വീട്. അപ്പോൾ വീട്ട് നികുതി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ്. ഖരാജ് ഓർ ഖിരാജ് ടാക്സ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ടാക്സ്. ഈ പല പേരുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാം. ഇപ്പൊ NTPCയുടെയും ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിലോ ലൂസെന്റിലോ NCERT-യിലൊക്കെ കാണുന്ന ടേംസ് ആയിരിക്കില്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന, മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള 10ാമത്തെ ചോദ്യം നിങ്ങൾ കണ്ടു കാണിരിക്കും. റജിയ സുൽത്താന എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന റസിയ സുൽത്താനാണ്. പേര് കണ്ടില്ലേ, റജിയ സുൽത്താന എന്നാണ് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പേരും കൂടെ ഞാനിവിടെ എഴുതിയിട്ടത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി പൈമൈഷ് എന്ന് പറയുന്ന ഒരു പേര്, ഈ പേര് ഇത് ആക്ച്വലി ഒരു പേർഷ്യൻ നെയിമാണ്. ഹിന്ദിയിലും ഇതേ വാക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടി? ഭൂമി അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അപ്പം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരിഷ്കാരം എന്ന് പറയുന്നത് 3 മാർക്കറ്റുകൾ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ മാർക്കറ്റ് ഗ്രെയിൻ മാർക്കറ്റാണ്. ധാന്യവിളകൾക്ക് വേണ്ടി ഒരു മാർക്കറ്റ്, അതിനെ മണ്ഡി എന്ന് വിളിച്ചു. രണ്ടാമത് ക്ലോത്ത് മാർക്കറ്റ്, തുണികൾക്ക് വേണ്ടിയിട്ടൊരു മാർക്കറ്റ്, അതിനെ സരായി ഇ അതിൽ. അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. സരായി ഇ അതിൽ എന്ന് പറയുന്ന മാർക്കറ്റ് ആര് കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആരാണ് കൊണ്ടുവന്നത്? അലാവുദ്ദീൻ ഖിൽജിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മൂന്നാമത്തെ മാർക്കറ്റാണ് കുതിരകൾക്കും കന്നുകാലികൾക്കും അടിമകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ചന്ത. അപ്പൊ ഇത്തരത്തിൽ 3 മാർക്കറ്റുകൾ, 3 ചന്തകൾ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ സുൽത്താൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ആൻഡ് അലാവുദ്ദീൻ ഖിൽജി 4 പ്രധാനപ്പെട്ട ഒരുപാട് ആർക്കിടെക്ചറൽ മോണുമെന്റ്സ് പണി കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 4 എണ്ണമാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ചോദ്യം വരും. കുത്തുബുദ്ദീൻ ഐബക്ക് നമ്മുടെ കുത്തബ് മിനാർ പണി തുടങ്ങി, ഇൽതുത്മിഷ അതിന്റെ പണി കഴിപ്പിച്ചു. അത്രയും നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അലായ് ദർവാസ. അപ്പൊ ഓൾറെഡി കുത്തബ് മിനാറിനെ പറ്റി നിങ്ങൾ പഠിച്ചു. ആൻഡ് ആദായ് ദിൻക ജോൺപ്ര ആരാണ് പണി കഴിപ്പിച്ചതെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. ഇതൊക്കെ പഠിച്ചു പോകണം കൃത്യമായിട്ട് കേട്ടോ. അലാവുദ്ദീൻ ഖിൽജി പണി കഴിപ്പിച്ചാണ് അലായ് ദർവാസ, അലായ് മിനാർ. അത് രണ്ടും ആ പേരിൽ നിന്ന് കിട്ടും. സിറി ഫോർട്ട് ചോദ്യം ഉണ്ടായിരുന്നു. സിറി ഫോർട്ട് പണി കഴിപ്പിച്ച ആരാന്നുള്ളത്. സിറി ഫോർട്ട് പണി കഴിപ്പിച്ച ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ജമത് ഖാന മോസ്ക്, ഈ മോസ്ക് പണി കഴിപ്പിച്ച ആര് തന്നെയാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ ഈ 4 പേരുകൾ നേരത്തെ പറഞ്ഞ കുത്തബ് മിനാർ, അതുപോലെ അദായ് ദിൻ കാ ജോൺപ്ര, ഇങ്ങനെയുള്ള 6 ആർക്കിടെക്ചർ മോണുമെന്റ്സ് ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ചോദ്യം വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സുൽത്താനേറ്റ് എന്ന് പറയുന്ന ആരാണ്? തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ള രാജവംശം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുഗ്ലക് രാജവംശമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇനി
അത് ഫൗണ്ട് ചെയ്ത ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ കീഴിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ എപ്രകാരമാണോ ജലാലുദ്ദീൻ ഖിൽജി ഇൽതുത്മിഷിന്റെ കീഴിൽ പട്ടാളക്കാരനായിട്ട് മിനിസ്റ്റർ ഓഫ് വാർ ഒക്കെ ഇട്ടിരുന്നത്, അതേപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. തുഗ്ലക്ക് ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞത് ബൽബന്റെ കീഴിലാണ് ആര് വർക്ക് ചെയ്തിരുന്നത്? നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജി വർക്ക് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. എന്നാൽ നമ്മുടെ ബൽബൻ ചെയ്ത പോലെയോ അലാവുദ്ദീൻ ഖിൽജി ചെയ്ത പോലെയോ ഉള്ള ഒരു പോളിസി അല്ല ഇദ്ദേഹത്തിന്റെ. പ്രഭുക്കന്മാരോട് ഭേദപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരു പോളിസി ഓഫ് റീകൺസൈലേഷൻ നടത്തിയിട്ടുള്ള ഒരു സുൽത്താനായിരുന്നു ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. ആൻഡ് തുഗ്ലക്ക് അലാവുദ്ദീൻ ഖിൽജിയുടെ സഹോദരനായിട്ടുള്ള ഉലൂഗ് ഖാന്റെ കൂടെയാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത്. അപ്പൊ ഈ പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഉലൂഗ് ഖാൻ എന്ന് പറയുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ മരണപ്പെട്ട ബ്രദർ, അലാവുദ്ദീൻ ഖിൽജിയുടെ ബ്രദർ ആയിരുന്നു ഉലൂഗ് ഖാൻ. അദ്ദേഹം പിന്നീട് ഒരു വാറിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള രാജവംശം അല്ലെങ്കിൽ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് 1325 മരണമടയുകയും മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്യുന്നു? അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പരിഷ്കാരങ്ങളെയാണ് നമ്മൾ തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ എന്ന് വിളിക്കുന്നത്. 1325 മുതൽ 1351 വരെയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അഥവാ MBT, പഠിക്കാൻ എളുപ്പത്തിന് MBT എന്നാണ് ഞങ്ങൾ ഒക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ MBT 1325 മുതൽ 1351 വരെയാണ് സമയത്താണ് ഭരിച്ചിരുന്നത്. ചോദിച്ചിട്ടുണ്ട്, ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് NTPCക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഭരിച്ചിട്ടുള്ള സമയം 1325 മുതൽ 1351 വരെ. അതുപോലെ തന്നെ ഗിയാസുദ്ദീൻ ബൽബൻ ഭരിച്ചിട്ടുള്ള സമയം ചോദിച്ചിട്ടുണ്ട്, 1266 മുതൽ 1287 വരെ. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഇത് രണ്ടും പഠിച്ചു പോവുക. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അദ്ദേഹം രാജകുമാരനായിരുന്ന സമയത്ത്, അതായത് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ മകനായിട്ട് ഈ രാജകുമാരനായിട്ട് വലസി നടന്നിരുന്ന സമയത്ത്, അച്ഛനും മോനും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേരാണ് ജൗന ഖാൻ. ജൗന ഖാൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന രാജകുമാരൻ അല്ലെങ്കിൽ സുൽത്താൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? MBT, മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഇദ്ദേഹം പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു, കൾച്ചർഡ് ടാലന്റഡ് പ്രിൻസ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഹി വാസ് മെഴ്സിലെസ്, ക്രൂവൽ ആൻഡ് അൺജസ്റ്റ് എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമയത്തുള്ള ഇബ്ൻ ബത്തൂത്ത, ഭരണി, സിയാവുദ്ദീൻ ഭരണി പോലെയുള്ള ട്രാവലേഴ്സ് അദ്ദേഹത്തെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഡോക്യുമെന്ററീസ് നമുക്ക് ലഭ്യമാണ്. ആൻഡ് ഹി റിപ്പൾസ് ദ മംഗോൾ ആർമി. അപ്പം മംഗോൾസിന്റെ ഇൻവേഷനെ തടയിട്ടിട്ടുള്ള ഒരു രാജാവും കൂടെയായിരുന്നു ഇദ്ദേഹം. ആൻഡ് ആൻ ഇന്നോവേറ്റർ, ബട്ട് അൺലൈക്ക് അലാവുദ്ദീൻ ലാക്ക്ഡ് ദ വിൽ ടു എക്സിക്യൂട്ട് ഹിസ് പ്ലാൻ സക്സസ്ഫുള്ളി. അലാവുദ്ദീൻ ഖിൽജി ഒരു ഇന്നോവേറ്റർ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം 3 രീതിയിലുള്ള ചന്തകൾ കൊണ്ടുവന്ന് ആർമീനെ കംപ്ലീറ്റ് റീഓർഗനൈസ് ചെയ്തു, നോബിൾസിനെയൊക്കെ കറക്റ്റായിട്ട് ഡീൽ ചെയ്തു. അതുപോലെ കുറെ പരിഷ്കാരങ്ങളൊക്കെ MBT കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഫെയിൽ ആയി പോവാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ പരിഷ്കാരമാണ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ. ഡൽഹിയിൽ നിന്നും ക്യാപിറ്റൽ ദൗലത്താബാദിലേക്ക് മാറ്റി. ദൗലത്താബാദ് അന്ന് അറിയപ്പെട്ടിരുന്നത് ദേവഗിരി എന്നുള്ള പേരിലായിരുന്നു. അപ്പോൾ ദേവഗിരിയിലേക്ക് ക്യാപിറ്റൽ മാറ്റുന്നു, ദൗലത്താബാദ് എന്ന പേര് കിടുന്നു. 1327 മാറ്റുന്നത്. വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ മാറ്റിയതിന്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ദക്ഷിണ ഭാഗമൊക്കെ ഒന്ന് ഭരിക്കണമായിരുന്നു. ഡെക്കാൻ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ ടെറിട്ടറി ഭരിക്കാനുള്ള കൺവീനിയൻസ്, അതുപോലെ തന്നെ മുകളിൽ നിന്നും വരുന്ന മംഗോൾ ഇൻവേഷൻസ് വരുമ്പോൾ ഡൽഹി അതിന് വൾണറബിൾ ആയതുകൊണ്ട് സുൽത്താൻ എപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്നത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് വന്നാലാണല്ലേ സുൽത്താൻ സേഫ് ആയിട്ടിരിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് മാറ്റുന്നത്. പക്ഷേ ഇദ്ദേഹം സൗത്തിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹം നോർത്തിൽ പിടിച്ചു വെച്ചിരുന്ന ടെറിട്ടറീസ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ ഭരിക്കാൻ എളുപ്പമല്ലാതാകുമ്പോൾ തിരിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ദൗലത്താബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം രാജാവിന്റെ ഈ പറഞ്ഞ എല്ലാ സിൽബന്ധികളും, എല്ലാ ടീമുകളും, ഈ പറഞ്ഞ പണിക്കാർ, ജോലിക്കാർ, പട്ടാളക്കാർ എല്ലാവരും അവരുടെ കുടുംബം ഒക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിന്റെ കൂടെ താഴോട്ട് വരുന്നത്, തിരിച്ചു മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. രണ്ടാമത് അദ്ദേഹം കൊണ്ടുവന്നുള്ള ഒരു പരിഷ്കാരമാണ് ടോക്കൺ കറൻസി എന്ന് പറയുന്നത്. 1329 ടോക്കൺ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ചൈന കീഴ്പ്പെടുത്തണം, നമ്മുടെ ഇറാൻ, പേർഷ്യ കീഴ്പ്പെടുത്തണം, ഇറാഖ് കീഴ്പ്പെടുത്തണം, കറാച്ചിൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കീഴ്പ്പെടുത്തണം എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആർമീനെ ബിൽഡ് ചെയ്യണം. ആർമീനെ ഏത് സമയം ആർമി എന്ത് ചെയ്യണം? തെറിച്ച് നിൽക്കണം. ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ അത്രയും ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ആർമിക്ക് ചെലവും കൊടുക്കണം. അപ്പോൾ അതിന് പൈസ വേണം. അപ്പോൾ എന്ത് ചെയ്യുന്ന? സ്വർണവും വെള്ളിയും തികയാത്തൊരവസ്ഥ വന്നപ്പോൾ ടോക്കൺ കറൻസി, ചെമ്പ് നാണയങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ചെമ്പ് അല്ലെങ്കിൽ ടോക്കൺ കറൻസി അടിച്ചെടുക്കുമ്പോൾ പ്രശ്നം എന്താ? വീട്ടിലിരിക്കുന്ന ചെമ്പൊക്കെ ഒരിക്കലും ആളുകൾ നാണയം അടിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ അതും ഫ്ലോപ്പായി പോയി. ആൻഡ് അതിനുശേഷമാണ് ഇദ്ദേഹം പേർഷ്യൻ എക്സ്പെഡിഷൻ നടത്താൻ തീരുമാനിക്കുന്നത്.
അത് സംവാട്ട് സക്സസ്ഫുൾ ആയിരുന്നു, പക്ഷെ അതിനകത്തും അദ്ദേഹത്തിന് വലിയ തിരിച്ചടികളൊക്കെ നേരിടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനുശേഷം ഇങ്ങനെ ഈ പരിഷ്കാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് സാമ്പത്തികമായിട്ട് ഞെരുക്കം വന്നപ്പോൾ അദ്ദേഹം ടാക്സേഷൻ ഇൻ ദ്വാബ്, നമ്മുടെ ഖറായി ടാക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജി ഇമ്പോസ് ചെയ്തിട്ടുള്ള, അലാവുദ്ദീൻ ഖിൽജി അല്ല, ഡൽഹി സുൽത്താനേറ്റിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള ടാക്സുകൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ടാക്സ് കൂട്ടാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതായിരിക്കും മേ ബി ചരിത്രകാരന്മാർ അദ്ദേഹത്തിന് മേഴ്സിലെസ് എന്നും ക്രൂവൽ എന്നും അൺജസ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കാരണമായത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളോടെന്നുള്ള MBTയെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിനുശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട റൂളറാണ് ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സിയാവുദ്ദീൻ ഭരണിയാണ്. ഏത് പുസ്തകത്തിനകത്ത്? തരീഖ് ഇ ഫിറൂസ് ഷാഹി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്. അപ്പോൾ അത് ഓൾറെഡി ഒരു ചോദ്യമായിട്ട് നിങ്ങൾ കണ്ടു കാണും. ആൻഡ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഹി ഇൻട്രൊഡ്യൂസ് ദ സിസ്റ്റം ഓഫ് ഹെറിഡിറ്ററി അപ്പോയിന്റ്മെന്റ്സ്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി നോബിൾസിനെയും അതുപോലെയുള്ള പ്രഭുക്കന്മാരെയൊക്കെ കൺട്രോൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെറിഡിറ്ററി അപ്പോയിന്റ്മെന്റ്സിനെ ഒഴിവാക്കി, അല്ലെ? ചഹൽഗനി നമ്മുടെ ഗിയാസുദ്ദീൻ ബൽബൻ അടിച്ചു തുരത്തി വിട്ടുന്നുണ്ടെങ്കിലും നോബിൾസ് പ്രഭുക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഈ പറയുന്ന അതിര് കടന്നിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രഭുക്കന്മാരുടെ മക്കളെ അല്ലാതെ പുതിയ ആളുകളെ എന്ത് ചെയ്യാൻ തുടങ്ങി, പല ഉന്നത പോസ്റ്റുകളിലേക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ട് അലാവുദ്ദീൻ ഖിൽജി തീരുമാനിച്ചിരുന്നു. ഈ പോളിസിയെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തൊരു വ്യക്തിയാണ് ആര്? ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്നത്. ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് മുസ്ലിം ആയിരുന്നു. സ്റ്റിൽ അപ്പുറത്തെ സൈഡിൽ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ സാലറി കൂട്ടുന്നുണ്ട്. നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക് MBT കൊണ്ടുവന്നിട്ടുള്ള പല ടാക്സുകളും, ഉയർത്തിയിട്ടുള്ള പല ടാക്സുകളും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് അബോളിഷ്ഡ് മെനി വെറൈറ്റീസ് ഓഫ് ടോർച്ചർ, ഒരുപാട് ടോർച്ചർ അബോളിഷ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആർക്കിടെക്ചറിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ് നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഫിറോസ് ഷാ കോട്ട്ല, അങ്ങനെ ഒരുപാട് ആർക്കിടെക്ചറൽ മോണുമെന്റ്സ് ഇദ്ദേഹത്തിന്റെ സമയത്ത് പണി കഴിപ്പിക്കുന്നുണ്ട്. ആൻഡ് അത് പഠിക്കാൻ എളുപ്പമാണ്, കാരണം അതിന്റെ എല്ലാത്തിനും തുടക്കത്തിൽ ഫിറോസ് എന്നുള്ള പേരും ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ആൻഡ് അടിമകളുടെ ക്ഷേമത്തിന് വേണ്ടി ദിവാനി ഇ ബന്ധാകൻ എന്ന് പറഞ്ഞ ഒരു പുതിയ വകുപ്പ് തുടങ്ങിയത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ പോളിസിയാണ് ഫിറോസ് പോളിസി ഓഫ് നോ വാർ, യുദ്ധങ്ങൾ വേണ്ട. MBTയെ പോലെ അങ്ങനെ എനിക്ക് വലിയ എക്സ്പീഡിഷൻസ് നടത്തണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ആര്? ഫിറോസ് ഷാ തുഗ്ലക്. ബട്ട് സ്റ്റിൽ ഹി heretics was persecuted and he reimposed ജസിയ ടാക്സ്, നോൺ മുസ്ലിംസിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ഒക്കെ കൃത്യമായിട്ട് ഇമ്പോസ് ചെയ്തിട്ടുള്ളൊരു രാജാവും കൂടിയായിരുന്നു ആര്? ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട 3 സുൽത്താനേറ്റുകൾ നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ നിങ്ങൾ എക്സ്ട്രാ പോയിന്റ്, നമ്മളെ സ്കോർ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എക്സ്ട്രാ പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കഥാപാത്രങ്ങളുടെ പേര്, ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വായിച്ച് പഠിക്കുക. NCERTയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ അതിനെ സ്നെപ്പ് ചെയ്ത് ഇട്ടിരിക്കുന്നുള്ളൂ. മാലിക് കഫൂർ എന്ന് പറയുന്ന ആളെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. മാലിക് കഫൂർ അലാവുദ്ദീൻ ഖിൽജിയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമാൻഡർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ വിളിക്കുന്ന ഒരു പേര്, അദ്ദേഹം ഒരു അടിമയാണ്, ഒരു ഹിന്ദു ഡിസെന്റ് ഉള്ള ഒരു അടിമയായിരുന്നു. 1000 ദിനാർ കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഹസാർ ദിനാറി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഹസാർ ദിനാറി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നാൽ മാലിക് കഫൂർ ആണ്. ഇബ്ൻ ബത്തൂത്ത എന്ന് പറയുന്ന റൂളർ, അവിടെ കൊടുത്തിട്ടുള്ള റൂളറല്ല, ട്രാവലർ, മൊറോക്കൻ ട്രാവലറാണ്, ട്രാവലർ ഫ്രം മൊറോക്കോ, ഇബ്ൻ ബത്തൂത്ത. ഇദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്തും അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്തും ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്തും ഒക്കെ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാവലറാണ്. സോ അദ്ദേഹം ഹസാർ ദിനാറി എന്നുള്ള ഈ പേരും അതുപോലെ തന്നെ അൽ അൽഫി എന്ന് പറയുന്ന ഒരു പേരും അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് ഈ പറയുന്ന മാലിക് കഫൂറിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ സിയാവുദ്ദീൻ ഭരണിയെ പറ്റിയിട്ട് ഓർത്തിരിക്കുക. സിയാവുദ്ദീൻ ഭരണി മുഹമ്മദ് തുഗ്ലക്കിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ട്രാവലർ ഫ്രം മൊറോക്കോ, അതാണ് ഇബ്ൻ ബത്തൂത്ത. അപ്പോൾ ഈ ഒരു 3 പേരുകൾ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇതിന് പുറമെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പേരാണ് അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിനെ പറ്റി നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അമീർ ഖുസ്രുവിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അമീർ ഖുസ്രു ഏത് രാജാവിന്റെ കൊട്ടാരത്തിൽ, ഏത് സുൽത്താന്റെ കൊട്ടാരത്തിലെ അംഗമായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു സംഭവമാണ്, ഇത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്, SSCക്കൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ വിവിധ വകുപ്പുകൾ, ആ വകുപ്പുകളുടെ ഫംഗ്ഷനും എന്താണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എഴുതി വെച്ച് പഠിക്കേണ്ട ഒരു സംഭവമാണ്. ഇതിനകത്ത് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന 2 രാജവംശങ്ങൾ, നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഡൽഹി സുൽത്താനേറ്റ്സും മുഗൾസും പഠിച്ചു പോയി കഴിഞ്ഞാൽ മെഡീവൽ ഇന്ത്യയിൽ നിന്നും ചോദിക്കുന്ന 90% ചോദ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തു. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ വിരളമാണ്. വിജയനഗര, ബഹമണി, ഡെക്കാൻ സുൽത്താനേറ്റ്, അതിന് മുന്നേ ഉള്ള നമ്മുടെ രാഷ്ട്രകൂട, അതുപോലെ തന്നെ ഇമ്പീരിയൽ ചോള, ഇവന്മാരെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പെർസെൻറ്റേജ് വൈസും അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളൊരു പൈ ചാർട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 30% ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും, ഒരു 40% ക്വസ്റ്റ്യൻസ് മുഗൾസിൽ നിന്നും, ബാക്കി ഒരു 30% ക്വസ്റ്റ്യൻസ് ആണ് ക്ലബ് ചെയ്തിട്ട് ബാക്കി എല്ലാ രാജവംശങ്ങളെ പറ്റിയിട്ടും ചോദിച്ചിട്ടുള്ളൂ.
അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ മെഡീവൽ ഇന്ത്യ നിങ്ങൾ ഓൾമോസ്റ്റ് കവർ ചെയ്തെന്ന് അർത്ഥം. ഇത് ഒന്ന് എഴുതിയെടുത്തിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഞാൻ ഏതെങ്കിലും ഒരു പുതിയ വകുപ്പ് ഒരു റൂളറാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ദിവാനി ഇ റിസാലത്ത് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്പീൽസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്പീൽസ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ലോ ആൻഡ് ഓർഡർ പോലുള്ള ലോക്കൽ ലെവലിലെ ലോ ആൻഡ് ഓർഡർ ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു ടീമാണ്. ദിവാനി റിയാസത്ത് എന്ന് പറഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നിട്ടുള്ള മാർക്കറ്റ് റെഗുലേഷൻ, നമുക്കറിയാം മാർക്കറ്റ് റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയാണ്. അദ്ദേഹം കൊണ്ടുവന്നുള്ള ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിവാനി അർസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി ആണ്. ബൽബൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. ബൽബൻ ആക്ച്വലി റീഓർഗനൈസ് ചെയ്യാണ് ചെയ്തത്. ദിവാനി അർസ് എന്ന് പറയുന്ന മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് റീഓർഗനൈസ് ചെയ്തു. ദിവാനി ബന്ദാഗൻ നമ്മളിപ്പോൾ പഠിച്ചുള്ള ഫിറോസ് ഷാ തുഗ്ലക്കാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ദിവാനി ഖാസ ഇ മമാലിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ്. ഡൽഹി സുൽത്താനേറ്റിലെ തുടക്കം തൊട്ട് അവസാനം വരെ നിലനിന്നിട്ടുള്ള ഒരു വകുപ്പാണത്. ദിവാനി ഇസ്തിയാക്ക് എന്ന് പറയുന്നത് ഫിറോസ് ഷാ തുഗ്ലക്ക് കൊണ്ടുവന്നിട്ടുള്ള പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ്. ദിവാനി മുസ്തഖരാജ് എന്ന് പറയുന്നത് അരിയർ കൊടുക്കുന്നതിന് വേണ്ടി അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ദിവാനി ഖൈറത്ത് എന്ന് പറയുന്നത് ഫിറോസ് ഷാ തുഗ്ലക്ക് കൊണ്ടുവന്നിട്ടുള്ള ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിവാനി കൊഹി എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കൊണ്ടുവന്നിട്ടുള്ള കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിവാനി ഇൻഷ എന്ന് പറയുന്നത് തുടക്കം തൊട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറസ്പോണ്ടൻസ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്, ഒരു എക്സ്ട്രാ എഡ്ജ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മറ്റ് രണ്ട് സുൽത്താനേറ്റുകളെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാണത്? സയ്യിദ് ആൻഡ് ലോധി. താരതമ്യേന ചോദ്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റൂളേഴ്സിന്റെ പേര്, ഏറ്റവും ആദ്യത്തെ റൂളർ, അവസാനത്തെ റൂളർ, എന്തെങ്കിലും കൺസ്ട്രക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് പഠിച്ചു പോവുക. വേറെ ഒന്നും നിങ്ങൾ ഇതിനെപ്പറ്റി ഓർത്തിരിക്കാൻ നിൽക്കണ്ട. ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതിലാദ്യത്തെ സയ്യിദ് ഡൈനാസ്റ്റി. കണ്ട, സയ്യിദ് ഡൈനാസ്റ്റിയുടെ സമയമാകുമ്പോൾ എത്രത്തോളം ചെറിയ സാമ്രാജ്യമായിട്ട് സുൽത്താനേറ്റ് മാറി എന്നുള്ളത് നോക്കാം. റൂളർമാരുടെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കിസർ ഖാൻ ആണ് ഏറ്റവും ആദ്യത്തെ റൂളർ, അലം ഷാ ആണ് ഏറ്റവും അവസാനത്തെ റൂളർ. ആ രണ്ട് പേരുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കിസർ ഖാൻ ആണ് സയ്യിദ് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത്. സയ്യിദ് ഡൈനാസ്റ്റിയെ പറ്റിയിട്ട് നമുക്ക് അറിവ് പകർന്നു തരുന്ന ബുക്ക് തരീഖ് ഇ മുബാറക് ഷാഹി എന്ന് പറയുന്ന പുസ്തകമാണ്. അത് എഴുതിയത് യാഹ്യ സിർഹിന്ദി എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള കിസർ ഖാനെ എന്തെന്നാണ് വിളിക്കുന്നത്? ഡിസെൻഡന്റ് ഓഫ് പ്രൊഫറ്റ്, നബിയുടെ പിൻതലമുറക്കാരനായിട്ടാണ് അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആര്? ഈ പറയുന്ന യാഹ്യ സിർഹിന്ദി എന്ന് പറയുന്ന റൂളർ. ഓക്കെ, കിസർ ഖാൻ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സയ്യിദ് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത് 1414 കാര്യം കൂടെ ഓർത്തിരിക്കുക. ആൻഡ് ആഫ്റ്റർ ഡിഫീറ്റിംഗ് ദ ആർമി ഓഫ് ഡൽഹി ഇൻ 1398 തിമൂർ അപ്പോയിന്റഡ് കിസർ ഖാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1414 ഈ പറഞ്ഞ സയ്യിദ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലശേഷം തുഗ്ലക്ക് രാജവംശം ഡിമിനിഷ് ചെയ്ത് പോവാണ്. 1398 തൈമൂർ എന്ത് ചെയ്യുന്നുണ്ട്? തൈമൂർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡൽഹി ഇൻവേഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗവർണറായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്യുന്നു? കിസർ ഖാനെ അവിടെ അപ്പോയിന്റ് ചെയ്ത് പോവാണ്. ഈ കിസർ ഖാനാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നത്? ഡൽഹി സുൽത്താനേറ്റ് പിടിച്ചെടുക്കുകയും സയ്യിദ് രാജവംശം അല്ലെങ്കിൽ സയ്യിദ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതിനുശേഷം അലം ഷായെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നതാണ് ലോധി ഡൈനാസ്റ്റി. 1451 മുതൽ 1526 വരെ ഫൗണ്ട് ചെയ്തത് ബഹ്ലൂൽ ലോധി. അവസാനത്തെ റൂളർ ഇബ്രാഹിം ലോധി. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ലോധി ഡൈനാസ്റ്റിയെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ്, ഏറ്റവും അവസാനത്തെ ഡൈനാസ്റ്റിയാണ് ലോധി ഡൈനാസ്റ്റി. ആൻഡ് ഇത് അഫ്ഗാൻ ട്രൈബാണ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള 4 രാജവംശങ്ങളും തുർക്കികളാണെന്നുണ്ടെങ്കിൽ ഇതൊരു അഫ്ഗാൻ ട്രൈബ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അഫ്ഗാൻ നോബിൾസ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അതിൽ സിക്കന്ദർ ലോധി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലുള്ള 3 റൂളേഴ്സ് ആണുള്ളത്. സിക്കന്ദർ ലോധിയെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കുക. ആഗ്ര നഗരം, ആഗ്ര സിറ്റി ഫൗണ്ട് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ സിക്കന്ദർ ലോധി എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഏറ്റവും ആദ്യത്തെ റൂളർ ബഹ്ലൂൽ ലോധിയാണ്. ലോധി രാജവംശം എന്ന് പറയുന്നത് അഫ്ഗാൻ ട്രൈബുകളുടെയാണ്. രണ്ടാമത്തെ റൂളർ സിക്കന്ദർ ലോധിയാണ്. സിക്കന്ദർ ലോധിയാണ് ആഗ്ര നഗരം ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ സെറ്റപ്പ് ചെയ്തെടുത്ത് പിന്നീട് ഇതിൻ്റെ മുകളിൽ മുഗൾസൊക്കെ ധാരാളം പണി കഴിപ്പിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആഗ്രയിൽ നമ്മുടെ ഷാജഹാൻ അതുപോലെ തന്നെ പിന്നീട് വന്നുള്ള മുഗൾ ചക്രവർത്തിമാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ നഗരത്തെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഫൗണ്ടേഷൻ ഇട്ടത് ആരാന്ന് ചോദിച്ചാൽ സിക്കന്ദർ ലോധിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇബ്രാഹിം ലോധിയാണ് ഏറ്റവും അവസാനത്തെ റൂളർ. 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ ആര് തോൽപ്പിക്കുന്നു? നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള നമ്മുടെ ബാബർ തോൽപ്പിക്കുന്നു 1526. അപ്പോൾ ആ രീതിയിൽ ലോധി ഡൈനാസ്റ്റിയെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? ഇത്രയും പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ആരെ പറ്റി പഠിച്ചിരിക്കണം? ഡൽഹി സുൽത്താനേറ്റിനെ പഠിച്ചിരിക്കണം. ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ നടത്തിയത്. പല കഥകളും ഞാൻ പറഞ്ഞിട്ടില്ല, ക്ലാസ്സിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥയല്ല, കഥാപാത്രങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കഥകൾ ഉണ്ടെങ്കിൽ, കഥകൾ
അറിയാമെന്നുണ്ടെങ്കിൽ കഥാപാത്രങ്ങളെ പറ്റി ഓർത്തിരിക്കാൻ എളുപ്പമാണെന്ന് മാത്രം. ഓക്കെ, നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യൻസിനെ ഈസി, മോഡറേറ്റ്, ടഫ് എന്നിങ്ങനെയുള്ള 3 രീതികളിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ആൻസർ ചെയ്തിട്ടുള്ള നമ്മുടെ ആൻസർ ഷീറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈസി ചോദ്യം, ഒരു ചോദ്യം ഈസിയാണ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഒരു ചോദ്യം ഈസിയാണ് നമ്മൾ പറയുന്നത് നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാം, ഡയറക്റ്റ് അറിയുന്ന ചോദ്യമാണെങ്കിൽ അങ്ങനെ. അല്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഓപ്ഷൻസ് ഉത്തരമല്ല എന്ന അല്ലെങ്കിൽ ഉത്തരമല്ലാത്ത ഓപ്ഷൻസ് എല്ലാം പൊട്ടത്തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചോദ്യത്തിന് ഈസി ആണെന്ന് പറയാം, അല്ലെങ്കിൽ പൊട്ടത്തരമാണെന്നുണ്ടെങ്കിൽ ഈസി ആണെന്ന് പറയാം. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ ചോദ്യം ശരിയാക്കാനുള്ള സാധ്യത 50% ആണ്, അല്ലെങ്കിൽ 50% ചോദ്യം ശരിയാക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്സ് ആണോ ടെയിൽ ആണോ എന്ന് പറയുന്ന അത്രയും സാധ്യത നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം ശരിയാക്കാനുള്ള സാധ്യതയായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ മോഡറേറ്റ് എന്ന് വിളിക്കുന്നു. ടഫ് ക്വസ്റ്റ്യൻ ആവുന്ന എപ്പോഴാണ്? നിങ്ങൾ കേട്ടിട്ടേ ഇല്ല, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ധാരണയില്ലെങ്കിൽ അത് ടഫാണ്. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും അത് ടഫാണ്. കാരണം ശരിയാവാനുള്ള സാധ്യത കുറഞ്ഞു, അല്ലെ, 25% 3-1 അല്ലെങ്കിൽ 3-1 കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ടഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് കിങ് ഓഫ് ദ ബംഗാൾ വാസ് ഡിഫീറ്റഡ് ബൈ ബക്തിയാർ ഖൽജി ഇൻ ദ 13th century? ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഏത് ക്വസ്റ്റ്യൻ ആണ്? ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ ലക്ഷ്മൺ സെൻ ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ റിവൈസ് ചെയ്തപ്പോൾ കണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഹു ഫൗണ്ടഡ് ദ സ്ലേവ് ഡൈനാസ്റ്റി? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് സാരം, അല്ലേ? അപ്പോൾ പിന്നെ എത്ര വീഡിയോ കണ്ടിട്ടും കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്നുള്ള കാര്യം ഉറപ്പിക്കുക. രണ്ടാമത്തെ ചോദ്യം ഈസിയാണ്, നമ്മൾ എഴുതിയത് എ ആണ്, അത് നമ്മുടെ കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് സീക്വൻസ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്? അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലോജിക് അപ്ലൈ ചെയ്തു. സ്ലേവ് ആണ് ആദ്യം, ലോധിയാണ് അവസാനം എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതൊരു മോഡറേറ്റ് ചോദ്യമാണ്. നമ്മൾ ആദ്യം അത് വെച്ചുകൊണ്ട് ഈ 2 ഓപ്ഷൻസിൽ എലിമിനേറ്റ് ചെയ്തു. സ്ലേവ് ആദ്യം, ലോധി അവസാനം വരുന്ന 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് റിസ്ക് എടുക്കണം. അപ്പം ഇതിൽ ഏതാണ് ഉത്തരം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ഓർ ബി ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇത് നിങ്ങൾ കുത്താതെ പോകരുത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ റിസ്ക് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. കാരണം 50-50 വരുന്ന ഒരു 10-20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഈ 20 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിൽ 10 ചോദ്യം ശരിയാവാനും 10 ചോദ്യം തെറ്റാവാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? പ്രോബിലിറ്റി വെച്ചിട്ട്, മാത്സ് പഠിക്കുന്ന കുട്ടികളല്ലേ നിങ്ങൾ? പ്രോബിലിറ്റി വെച്ചിട്ട് 10 ചോദ്യം ശരിയാവാനും 10 ചോദ്യം തെറ്റാവാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ആ ഒരു ചാൻസ് നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ മാർക്സ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുക. കാരണം അറിഞ്ഞിട്ടേ കുത്തു എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ നമ്മൾ അറ്റംപ്റ്റ് കൂട്ടാനും നമുക്ക് പറ്റില്ല. നിങ്ങൾ റിയൽ ടൈമിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് നിങ്ങളത് ഇപ്പോൾ SSC എടുത്താലും PSC എടുത്താലും RRB എടുത്താലും ഏത് പരീക്ഷ എടുത്താലും അതിൽ നിങ്ങൾക്ക് അറിവുള്ള ഉത്തരങ്ങൾ മാത്രമേ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റംപ്റ്റ് അത്രയും കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 100 ചോദ്യമാണല്ലോ ഉള്ളത്. മാത്സ് റീസണിങ്ങിന് വരുന്ന 60 ചോദ്യവും കിട്ടണം നിങ്ങൾക്ക്. അതിലൊന്നുപോലും തെറ്റാതെ 60 മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിൽ അറിയാവുന്നത് 20 ചോദ്യങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 30 ചോദ്യങ്ങളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 30 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ബാക്കി 10 ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അന്തസ്സായിട്ട് വിടാം. മിണ്ടാതെ 90 ക്വസ്റ്റ്യനും കുത്തി 90 മാർക്കും വാങ്ങിച്ച് നിങ്ങൾക്ക് ഇരിക്കാം. പക്ഷെ നിങ്ങൾ അറിയാമെന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിക്കും. നിങ്ങൾ മാത്സിനകത്ത് റീസണിങ്ങിനകത്തും ശരിയാണെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റാം. അപ്പോൾ അത് നമുക്ക് അഫോർഡബിൾ അല്ല. അപ്പോൾ അറ്റംപ്റ്റ് നിങ്ങൾ മാക്സിമം ഈ രീതിയിൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 50-50 എടുത്തിട്ട് നമ്മൾ കുത്തിയ ഓപ്ഷൻ എന്തായിരുന്നു? എ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? ബി ആണ്. അപ്പോൾ നമ്മൾ എടുത്ത ആ റിസ്ക് ഇവിടെ എന്ത് ചെയ്തു? തെറ്റിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ തെറ്റി എന്ന് സാരം. നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വിച്ച് among the following ruler built the city Siri for military deployment? ഇത് ഒരു ഐഡിയ ഇല്ല, പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ടഫ് ക്വസ്റ്റ്യൻ്റെ കാറ്റഗറിയിൽ വരാം. ഇതിൻ്റെ ഉത്തരം വരുന്നത് അലാവുദ്ദീൻ ഖൽജിയാണ്. അത് ഞാൻ വിട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം എടുക്കാം. ദാഗ് ആൻഡ് ഹൂലിയ സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? ഇപ്പം നമുക്കറിയാം അതാരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഈ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയ ലോജിക്ക് എന്തായിരുന്നു? ഈ ചോദ്യം നിങ്ങൾക്ക് അറിയില്ല. ദാഗ് ആൻഡ് ഹൂലിയ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, പക്ഷെ എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോൾ മറന്നുപോയി. ദാഗ് ആൻഡ് ഹൂലിയ ഒരുപാട് സിസ്റ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ദാഗും ഹൂലിയും ആരാണ്. പ്രൊമിനൻ്റ് ആയിട്ടുള്ള കുറേ റൂളേഴ്സ് ഉണ്ടല്ലോ മെഡീവിയൽ ഇന്ത്യയിൽ. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ഇപ്പം ഓപ്ഷൻസ് നോക്കിയ ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും തുഗ്ലക്കോ ഖിൽജിയോ ആണ് ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അവരെ ഉള്ള ഓപ്ഷനകത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, ഓപ്ഷനിൽ നിന്നും ഉത്തരത്തിലേക്ക് എത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കി. നമ്മൾ അവിടെ കാമായിട്ടിരിക്കണം, എങ്കിലേ ഈ തോട്ട് പ്രോസസ്സൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ദാഗ് ആൻഡ് ഹൂലിയ ഒറ്റ ഓട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല.
ഇതിനകത്ത് ഇപ്പോൾ ഒരു ഓപ്ഷൻ ചിലപ്പോൾ ഡെക്കാൻ സുൽത്താനേറ്റിലെ ഏതെങ്കിലും ഒരു റൂളറുടെ പേര്, ഡൽഹി അല്ല ഡെക്കാൻ സുൽത്താനേറ്റിലെ ബാമണി കിങ്ഡത്തിലെ റൂളറുടെ പേരും ഒരു മുഗൾ എംപയറുടെ പേരും തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ടഫായിട്ട് ഈ ക്വസ്റ്റ്യൻ മാറും. ഇതിപ്പോൾ തന്നിട്ടുള്ളത് ഖിൽജിയും തുഗ്ലക്കും മാത്രമാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഉത്തരം എടുത്താൽ മതി അല്ലേ. MCQ, ആർട്ട് ഓഫ് സോൾവിങ് MCQ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്, നിങ്ങളുടെ മുന്നിലേക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സസ് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ആ മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്നും ഒരു ചോയ്സിലേക്ക് നിങ്ങളുടെ ഉത്തരത്തെ അല്ലെങ്കിൽ ഒരു ചോയ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പർപ്പസ്. ഇപ്പോൾ ഖിൽജി ഉണ്ട്, തുഗ്ലക്ക് ഉണ്ട്, ഞാൻ നോക്കി. ഇപ്പോൾ ദാഗ് ആൻഡ് ഹൂലിയ, അതുപോലെ തന്നെ ക്യാഷ് പേയ്മെന്റ് ഓഫ് സോൾജേഴ്സ്, എൻ്റെ തോട്ട് പ്രോസസ് എങ്ങനെയാണ് ഞാൻ ആലോചിക്കുമ്പോൾ, ജലാലുദ്ദീൻ ഖിൽജി, ഓക്കെ, ഖിൽജിയുടെ രാജവംശം ഫൗണ്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് രാജവംശം ഫൗണ്ട് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട് ജലാലുദ്ദീൻ ഖിൽജിയും ഗിയാസുദ്ദീൻ തുഗ്ലക്കും അധികം കാലം ഭരിച്ചിട്ടില്ല. ജലാലുദ്ദീൻ ഖിൽജിയെ തട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അലാവുദ്ദീൻ ഖിൽജി അധികാരത്തിൽ വന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്തു, അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ജലാലുദ്ദീൻ ഖിൽജിയെയും ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെയും ആ ഫൗണ്ടേഴ്സിനെ ഞാൻ എന്ത് ചെയ്തു, അങ്ങ് വെട്ടി. പിന്നെ എൻ്റെ കൈവശമുള്ളത് ഫിറോസ് ഷാ തുഗ്ലക്കും അലാവുദ്ദീൻ ഖിൽജിയുമാണ്. അപ്പൊ അതിൽ ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്ന പുള്ളിക്കാരനെ പറ്റി നമ്മളിപ്പോൾ പഠിച്ചു. എന്താ പഠിച്ചത്? ഫിറോസ് ഷാ തുഗ്ലക്ക് പോളിസി ഓഫ് നോ വാർ ആയിരുന്നു. കാരണം മുഹമ്മദ് ബിൻ തുഗ്ലക്കും അതിന് മുന്നേ ഉണ്ടായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയൊക്കെ യുദ്ധങ്ങൾ ചെയ്ത് വെട്ടിപ്പിടിച്ചും എക്സ്പാൻഡ് ചെയ്ത ടെറിട്ടറീസ് കൺട്രോൾ ചെയ്യാനായിട്ട് പാടുപെടുമായിരുന്നു ആര്, ഫിറോസ് ഷാ തുഗ്ലക്ക്. അപ്പൊ അദ്ദേഹം പോളിസി ഓഫ് നോ വാർ ആണ് മുന്നോട്ട് വെച്ചിരുന്നത്. ഈ ഇവിടെ കൊടുത്തിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, മിലിറ്ററി സംബന്ധമായിട്ടുള്ള പരിഷ്കാരങ്ങളാണ്. അപ്പൊ ആരല്ല, ഫിറോസ് ഷാ തുഗ്ലക്ക് അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ആരാണ്, അത് അലാവുദ്ദീൻ ഖിൽജി ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് ഉറപ്പിക്കാം അല്ലേ. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയെ ഞാൻ എന്ത് ചെയ്തു, ഓപ്ഷനാക്കി എടുത്തു, അത് കറക്റ്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞു. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എ റെക്കോർഡ് ഈസ് ഗിവൺ ഓഫ് ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെന്റ്സ് ഇൻ ഫുതുഹത്ത് ഇ ഫിറോസ് ഷാഹി ഓഫ്. അപ്പോൾ ഫുതുഹത്ത് ഇ ഫിറോസ് ഷാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ പുസ്തകമാണ്, അല്ലെങ്കിൽ ഫിറോസ് ഷാ തുഗ്ലക്കുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിക്കാം. ഫിറോസ് ഷാ തുഗ്ലക്ക് ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണെന്ന് എനിക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഗുൽബദൻ ബീഗത്തെയും അബു ഫസലിനെയും എനിക്ക് ഒഴിവാക്കാം അല്ലെ, ഈ രണ്ടുപേരെയും എനിക്ക് ഒഴിവാക്കാം. ഇനി ഫിറോസ് ഷാഹി എന്ന പേരിലുള്ളത് കൊണ്ട് ഫിറോസ് ഷാ തുഗ്ലക്ക് എഴുതാം, അല്ലെങ്കിൽ ഭരണി എഴുതാം. പക്ഷെ ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്താണ്, ഒരു സുൽത്താൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെന്റ്സിനെ പറ്റിയിട്ട് അദ്ദേഹം എഴുതേണ്ട കാര്യമുണ്ടോ? ഒരു പൊതുവിൽ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ ഭരണ മേന്മകളെ പറ്റിയിട്ടാണോ എഴുതുക, അല്ല അദ്ദേഹത്തിന്റെ വിക്ടറികളെ പറ്റിയിട്ട് അല്ലെ, അദ്ദേഹം യുദ്ധം നടത്തി ഇന്ന രാജാവിനെ തോൽപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ രാജാക്കന്മാർ എഴുതുന്ന ലിറ്ററേച്ചറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ലോജിക്കലി നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് വി ക്യാൻ ഗോ വിത്ത് സിയാവുദ്ദീൻ ഭരണി. അപ്പോൾ അതിന്റെ ഓപ്ഷൻ സി ആണ്, അത് ശരിയായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്ത ഏഴാമത്തെ ചോദ്യം നമ്മൾ എടുക്കുകയാണ്. ഡാഷ് ഹാഡ് ഷിഫ്റ്റഡ് ഹിസ് ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി. ഇത് നമുക്കറിയാം തുഗ്ലക്ക് പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ MBT കുത്തി നമ്മൾ എന്ത് ചെയ്തു, ഏഴാമത്തെ ആൻസർ എഴുതി. ഇനി അടുത്ത ചോദ്യം എടുക്കുകയാണ്, എട്ടാമത്തെ. ഇബ്ൻ ബത്തൂട്ട, എ ഫേമസ് മൊറോക്കൻ ട്രാവലർ, വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ടൈം ഓഫ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എലിമിനേറ്റ് ചെയ്തത് ഏതാണ്, ചന്ദ്രഗുപ്ത മൗര്യയും പിന്നെ ബ്രിട്ടീഷുകാരെയും ഞാൻ എലിമിനേറ്റ് ചെയ്തു. പിന്നെ ഞാൻ നോക്കി, ഇപ്പോൾ മുഗൾസും ഡൽഹി സുൽത്താനേറ്റാണ് ഉള്ളത്. ലോജിക്കലി നമുക്ക് ആരുടെ കൂടെ പോകാം, ഡൽഹി സുൽത്താനേറ്റിൻ്റെ കൂടെ പോകാം. ഇത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 8 എന്ത് ചെയ്തു, എ ആൻസർ കണക്ട് ചെയ്തു. അടുത്ത് 9ാമത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ. എക്സ്ക്ലൂസീവ് മാർക്കറ്റ് ഇൻ ഡൽഹി ഫോർ മാനുഫാക്ചർഡ് ആൻഡ് എക്സ്പോർട്ടഡ് ഗുഡ് ടു ബി സോൾഡ് ഓർ പ്രൈസ് ഫിക്സസ് ബൈ അഡ്മിനിസ്ട്രേഷൻ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് 10 ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഡൽഹി സുൽത്താനേറ്റിന്റെ റൂളേഴ്സിനെ മാത്രം ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്താൽ മതി ഓപ്ഷനകത്ത് നിന്ന്. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന റിയൽ എക്സാമിനകത്ത് നിങ്ങൾക്ക് അറിയില്ല ഈ ചോദ്യം ഡൽഹി സുൽത്താനേറ്റിൽ നിന്നാണോ മുഗൾസിൽ നിന്നാണോ എന്ന് അറിയില്ല. ഒരു സെറായി ആദിൽ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റ് റെഗുലേഷൻ ഒക്കെ ആയിട്ട് ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആരാണ് ഫൗണ്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഷേർ ഷാ സൂരി ആവാം, പ്രശ്നമൊന്നുമില്ല. മുബാറക് ഷാ ആവാം, മുഹമ്മദ് ബിൻ തുഗ്ലക്കും അലാവുദ്ദീൻ ഖിൽജി ആവാം. അതിൽ മുബാറക് ഷായാണ് നിങ്ങൾ പൊതുവിൽ കേൾക്കാത്തൊരു പേര്, അദ്ദേഹത്തിന്റെ പേര് എന്ത് ചെയ്യാൻ വെട്ടാം. അപ്പോഴും അലാവുദ്ദീൻ ഖിൽജിയും മുഹമ്മദ് ബിൻ തുഗ്ലക്കും ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ വരുന്നത് എന്താണ്, അലാവുദ്ദീൻ ഖിൽജി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം വരുന്നത് 10ാമത്തെ, റസിയ സുൽത്താന. ഇതാണ് ഞാൻ പറഞ്ഞ പേര് നോക്കിയ റജിയ സുൽത്താന എന്നാണ് കൊടുത്തിരിക്കുന്നത്. റസിയ സുൽത്താന എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. റസിയ സുൽത്താന, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് വളരെ ഈസിയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത്, ഇൽതുത്മിഷ് മിഷാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. 10 ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം നമ്മൾ വിട്ടു, നമ്മൾ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ലീവ് ചെയ്തു അല്ലേ. 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ലീവ് ചെയ്തു. എത്ര ക്വസ്റ്റ്യൻ നിങ്ങളുടെ തെറ്റി, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ തെറ്റി.
ബാക്കി എത്ര ക്വസ്റ്റ്യൻ ശരിയാക്കി? 6 ചോദ്യങ്ങൾ നിങ്ങളെ ശരിയാക്കി അല്ലേ? അപ്പോൾ ഇത് ഒരു കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഒരു 50% മാർക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള കമ്പാരിറ്റീവ്ലി മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് നിങ്ങളിപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി? ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കാണും അല്ലേ? അപ്പോൾ ആ ഏരിയകൾ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് മെറ്റീരിയലൊക്കെ നോക്കി എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിവിടെ പൊടി തട്ടി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതെങ്കിലും ചുരുങ്ങിയത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഒരു 70% മാർക്ക് അല്ലെങ്കിൽ ഒരു 80% മാർക്ക് ഈ ഏരിയയിൽ നിന്നും ഡൽഹി സുൽത്താനേറ്റ് അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു 70% ചോദ്യങ്ങളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ബാക്കി പറഞ്ഞ പോലെ കൂടുതൽ MCQസും PYQസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എത്രത്തോളം ടെസ്റ്റുകൾ എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറയുന്ന NTPC എക്സാമിനും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന മറ്റ് RRB എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ടെസ്റ്റ് സീരീസ് ഒക്കെ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.